പാണ്ഡവരും പാഞ്ചാലിയും വനത്തിൽ കഴിയുന്ന കാലം. ഒരു ദിവസം പാഞ്ചാലിയും ഭീമനും കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് കാറ്റ് വീശി. കാറ്റത്ത് കല്യാണ സൗഗന്ധികം എന്നു പേരുള്ള ഒരു പൂവ് പറന്ന് ഭീമന്റെയും പാഞ്ചാലിയുടെയും മുന്നിൽ വന്ന് വീണു. ഹായ്, നല്ല സുഗന്ധം! ആ പൂവ് പാഞ്ചാലിക്ക് വലിയ ഇഷ്ടമായി. ഇത്തരം കുറെ പൂക്കൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ, പാഞ്ചാലി ഭീമനോട് പറഞ്ഞു. ഞാൻ കൊണ്ടുവരാം, ഭീമൻ പറഞ്ഞു. എന്നിട്ട് ഗദയുമെടുത്ത് പുറപ്പെട്ടു. പൂവ് തേടി നടന്ന ഭീമൻ കദളി വനത്തിലെത്തി. അപ്പോഴതാ ഒരു വയസ്സൻ കുരങ്ങൻ വഴിയിൽ കിടക്കുന്നു. എണീറ്റ് മാറ്, ഭീമൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ശബ്ദം കേട്ട് കുരങ്ങച്ചൻ മെല്ലെ തലയുയർത്തി നോക്കി. എനിക്ക് തീരെ വയ്യ. ശക്തനായ അങ്ങ് ആ ഗദ കൊണ്ട് എന്റെ വാല് പൊക്കി മാറ്റിയിട്ട് കടന്നു പോയിക്കോളൂ, കുരങ്ങൻ അപേക്ഷിച്ചു. അത് കേട്ട് ഭീമൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ വാൽ തട്ടി മാറ്റുമ്പോൾ നീ തെറിച്ചു പോകാതെ സൂക്ഷിച്ചു. അത് പറഞ്ഞിട്ട് ഭീമൻ ഗദ കൊണ്ട് വാല് പൊക്കി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ഭീമൻ എത്ര ശ്രമിച്ചിട്ടും വാൽ ഒന്ന് അനക്കാൻ പോലും കഴിഞ്ഞില്ല. ഭീമന് വാശിയായി. ഭീമൻ ശക്തി സംഭരിച്ച് വീണ്ടും വാൽ ഉയർത്താൻ നോക്കി. വൈകാതെ ഭീമൻ തളർന്നുപോയി. ക്ഷമിക്കണം, അങ്ങയുടെ വാൽ അനക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അങ്ങ് ആരാണോ പറയൂ, ഭീമൻ പറഞ്ഞു. പെട്ടെന്ന് വയസ്സൻ കുരങ്ങൻ സാക്ഷാൽ ഹനുമാനായി മാറി. നിന്റെ ജ്യേഷ്ഠ സഹോദരനായ ഹനുമാനാണ് ഞാൻ. നിന്റെ അഹങ്കാരം ഇല്ലാതാക്കാനാണ് ഞാൻ വന്നത്. ഹനുമാൻ ഭീമനെ അനുഗ്രഹിച്ചു. എന്നിട്ട് സൗഗന്ധിക പുഷ്പം ധാരാളമുള്ള ഒരു തടാകക്കരയിലേക്ക് പറഞ്ഞയച്ചു.